ഷൻ കരയുന്നത് കണ്ടിട്ട് സയോയും അവളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആകെ ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എല്ലാ തവണയും നീ എന്നെ തോൽപ്പിക്കാറാണല്ലോ പതിവ്. എന്തായാലും ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ അവളും അറിയിക്കുന്നു. ഷൻ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നതിന് മുമ്പായിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു സമയത്തെല്ലാം തന്നെ ലു സയോയുമായിട്ടായിരുന്നു കൂടുതൽ ക്ലോസ് ആയിരുന്നത്. പണ്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യാതെ വരുന്ന ലൂയിന് ഹോംവർക്ക് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ എക്സാമിന്റെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം തന്നെ സയോ ആയിരുന്നു. പക്ഷെ ഷെൻ എന്നു മുതലാണോ സ്കൂളിലൊക്കെ വരുവാനായിട്ട് തുടങ്ങിയത്, അതിനുശേഷം ഷെൻ ആയിരുന്നു ലൂവിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാലം സയോ ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം തന്നെ ഷെൻ ചെയ്തു കൊടുക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ലൂവും ഷെന്നും ഒന്നിച്ചിരിക്കുന്നതും അവർ ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും അവർ പ്രണയിക്കുന്നതും എല്ലാം തന്നെ കണ്ടിട്ട് സയോ ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ സയോയുടെ മുമ്പിൽ വെച്ച് തന്നെ ആയിരുന്നു ലൂവും ഷെന്നിനെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെന്നും ലൂവും കൂടി ഒടുവിലായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്തും ലൂ ഉണ്ടായിരുന്നത് സയോടൊപ്പമായിരുന്നു. ഈ ഒരു സമയത്ത് ലൂ പോയിട്ട് കുറെ നേരമായിട്ട് ലൂവിനെ കാണാതായിട്ടുണ്ടായിരുന്ന സയോയും അവനെ അന്വേഷിച്ചൊക്കെ ബാത്റൂം വരെ പോകുന്നു. അവിടെ അവനും ബോധമില്ലാതെയൊക്കെ കിടക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് ഷെന്നിന്റെ കോളും അവന് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇവർ ബ്രേക്കപ്പ് ആയ സമയത്ത് ലോ ഒരുപാട് തവണ ഷെന്നിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ഒരിക്കൽ പോലും ഫോൺ എടുത്തിരുന്നില്ല. മാത്രമല്ല, ഒരു തവണ ഷെൻ തന്നെ അവനോട് ക്ഷമയൊക്കെ ചോദിക്കുവാനായിട്ട് അവനെ വിളിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് ലൂ ഫോൺ കട്ടാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ടാണ് പിന്നീട് ലൂവിനെ കോണ്ടാക്ട് ചെയ്യാതിരുന്നതെന്നുമൊക്കെ അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് ഷെൻ വിളിച്ചപ്പോഴത്തേക്കും ബോധമില്ലാതിരുന്നിട്ടുണ്ടായിരുന്ന ലൂവിന്റെ ഫോണൊക്കെ മേടിച്ചിട്ട് ആ ഒരു കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ ഷെൻ കോൾ ചെയ്തതിന്റെ തെളിവുകളായിട്ടുള്ള കോൾ ഹിസ്റ്ററി തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും സയോ ആണെന്ന് കൂടി ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. നീ ലൂനെ വിട്ടു പോയപ്പോഴത്തേക്കും ലൂന് എത്രത്തോളം വിഷമമായെന്നൊക്കെ നിനക്കറിയാമോ? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ അവൻ നിന്നെ സെലക്ട് ചെയ്തതാണ് അവൻ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്. എന്തായാലും ആ ഒരു മിസ്റ്റേക്ക് തിരുത്തുവാനായിട്ടായിരുന്നു ഞാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഞാനും അവനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് അവന്റെ റിസോർട്ടിൽ വളരെയധികം പണമൊക്കെ കുറച്ച് മേടിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അതായത് ആരും തന്നെ വളരെ ചെറിയൊരു തുകയ്ക്ക് റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ജോലി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവുകയില്ല. പക്ഷേ എനിക്ക് ലൂവിന്റെ അടുത്തുള്ള പ്രണയമൊക്കെ സത്യസന്ധമായതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്താണ് നീയും ഞങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത്. അവന് വേണ്ടി ഓരോ ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടുതൽ അടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ അവന്റെ ലൈഫിലേക്ക് തിരിച്ചു വരാതിരിക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ എന്നെ മാത്രമേ സ്നേഹിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്ന രീതിക്കാണ് അവളും സംസാരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ ഞാൻ ഇപ്പോഴും തോറ്റു പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലോകം തന്നെ എന്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സയോ നിൽക്കുമ്പോഴത്തേക്കും നിനക്ക് ലൂവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ സമ്മതിച്ചു തരുന്നു. എങ്കിൽ പോലും സിയോ നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്തിനാണ് ക്വിന്നിന്റെ റിലേഷൻഷിപ്പ് തകർക്കുവാനായിട്ട് പോലും നീ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള രീതിക്ക് ഷൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും സിയും എന്റേതാണ് എന്ന് സയോയും പറയുന്നു. അതായത് വർക്കുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു ലൂവിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം എന്റെ ലൈഫിൽ എന്തൊക്കെ മോശ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ഒരു സമയത്തെല്ലാം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് സിയു ആയിരുന്നു. ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ ഒക്കെ നടന്നത് കൊണ്ട് മാത്രമാണ് ക്വിന്നും സിയുവിന്റെ സ്നേഹമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ എന്റെ സ്വന്തമാണ്. എനിക്ക് കിട്ടേണ്ടിയിരുന്ന ലൈഫാണ് ക്വിൻ തകർത്ത് കളഞ്ഞത്. നിങ്ങൾ എല്ലാവരും അതിന്റെ പങ്കാളികളായതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്ന് സയോയും പറയുന്നു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ തവണ ലൂ ഓടിച്ചിട്ടുണ്ടായിരുന്നത് സിയുവിന്റെ കാറല്ലേ? ആ ഒരു സമയത്തല്ലേ ലൂവിന് ആക്സിഡന്റ് സംഭവിച്ചത്? അതുകൊണ്ട് തന്നെ ആ ആക്സിഡന്റിന് പിന്നിലും നീ ആയിരുന്നു എന്ന് ഷൻ ചോദിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു ദിവസം തന്നെ ലൂവിന്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന് മനസ്സ് മാറ്റുവാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ട് അവനൊരു പണിഷ്മെന്റ് കൊടുക്കാമെന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു താനും കാറൊക്കെ കേടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന രീതിക്ക് അവളും സംസാരിക്കുന്നു. നീ ഇപ്പോൾ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുന്നൊക്കെ നിനക്ക് തോന്നുന്നില്ലേ എന്ന് ഷൻ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ എങ്ങനെയാണ് തെളിയിക്കുവാനായിട്ട് സാധിക്കുക? ക്വീനിന്റെ എക്സ് ഹസ്ബൻഡും അസിസ്റ്റന്റും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെന്നിരിക്കും. പക്ഷെ അതൊക്കെ സത്യങ്ങളാണെന്ന് ആരാണ് വിശ്വസിക്കുക? അതുകൂടാതെ സിയുന്റെ കാറൊക്കെ വല്ലാതെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ് വെച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തെളിവുകളും കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ സയോയും പറയുന്നു. ഈ ഒരു സമയത്താണ് ഇവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്ന ലൂവും പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. നീ ഇത്രത്തോളം ദുഷ്ടയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല എന്ന് ലൂ പറയുമ്പോഴത്തേക്കും സത്യം പറയുകയാണെങ്കിൽ നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ എല്ലാം തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് സയോയും സംസാരിക്കുന്നു. കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ച് സംഭവിച്ച യാതൊരു കാര്യങ്ങളെ കുറിച്ചും എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല എന്ന രീതിക്ക് ലൂ പറയുമ്പോഴത്തേക്കും
കുട്ടിക്കാലം മുതലേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നിന്റെ മനസ്സിൽ അതൊന്നും തന്നെ ഇല്ല എന്നൊക്കെ സായോയും ഇപ്പോൾ അവനോട് ചോദിക്കുന്നു. നീ വളരെ പൊസസീവ് ആയിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങളും ഉണ്ടായത്. ഷോയിനെ അത് വളരെയധികം നെഗറ്റീവായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസോർട്ടിന്റെ കാര്യം കഷ്ടത്തിലാണ്. എല്ലാത്തിനും കാരണം നീ മാത്രമായതുകൊണ്ട് തന്നെ ഞാനും നിന്നെ വെറുതെ വിടുവാനായിട്ട് പോകുന്നില്ല. ഇതൊന്നും തന്നെ ക്ഷമിക്കുവാനായിട്ട് ഞാനും തയ്യാറല്ല എന്ന് ലൂവും അറിയിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹോട്ടലും നിങ്ങളുടെ ഷോയും വളരെയധികം നഷ്ടത്തിലൊക്കെയാണ് ഉള്ളത്. മാത്രമല്ല നിങ്ങൾക്കിനി ആത്മഹത്യ ചെയ്യിക്കല്ലാതെ മറ്റൊരു മാർഗങ്ങളും മുമ്പിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രതികാരമൊക്കെ പൂർത്തിയായെന്ന രീതിക്കായിരുന്നു സയോ നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു സമയത്താണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ക്യാമറയൊക്കെ അവരും റിവീൽ ചെയ്യുന്നത്. നിലവിൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഷൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണുകയായിരുന്നു എന്നൊക്കെ റിവീൽ ചെയ്യുന്നത്. മാത്രമല്ല നീ മാത്രമല്ല അഡ്വക്കേറ്റ്, ഞങ്ങളുടെ കൂടെ ക്വിനും അഡ്വക്കേറ്റ് ആയിട്ടുണ്ട് എന്ന് ഷെന്നും തുറന്നു പറയുന്നു. അതായത് ഷെന്നിന്റെ എക്സ് ഹസ്ബൻഡും അസിസ്റ്റന്റും സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരു സാക്ഷിമൊഴി മാത്രമായിട്ട് എടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കും എവിഡൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ക്വിനായിരുന്നു ഇതുപോലൊരു ക്യാമറ ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുവാനായിട്ടുള്ള ഒരു നിർദ്ദേശമൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെളിവായിട്ടൊക്കെ അവരുടെ കയ്യിലും ഇരിക്കുകയാണ്. പോലീസ് ഉടനെ തന്നെ അവിടെ എത്തുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന സയോ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി വെച്ചിട്ട് ഷിന്നിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ലൂവും ഓടിച്ചെന്ന് ആ ഒരു കത്തിയിലൊക്കെ കയറി പിടിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും ഷൻ തന്നെ അവളെ കീഴടക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന സെക്യൂരിറ്റീസ് ആണ് അവളെ പിടിച്ചു മാറ്റുന്നത്. അങ്ങനെ ഷെന്നിനെ അവർ കൂട്ടിക്കൊണ്ടും പോകുന്നു. നിലവിൽ ലൂയിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഷെന്നാണ് ആ ഒരു മുറിവൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. മാത്രമല്ല സയോ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് എങ്ങനെ സയോനെ തടയണമെന്നെല്ലാം തന്നെ സു ആയിരുന്നു അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവളും അറിയിക്കുന്നു. എന്തായാലും ആ ഒരു സീൻ അവിടെ കൊണ്ട് കട്ടായതിനു ശേഷം ഇന്റർവ്യൂ സെക്ഷൻ കാണിക്കുകയാണ്. അവസാന എപ്പിസോഡൊക്കെ ആക്കുന്ന സമയത്ത് അവസാന എപ്പിസോഡിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയുവാനായിട്ടുള്ളതെന്ന് ടീമിലെ ആൾക്കാര് ലൂവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഒരുപാട് ഹാപ്പി ആണെന്നും ഇതുപോലത്തെ ഒരു അവസരമൊക്കെ അവന് കിട്ടിയതിൽ അവൻ സന്തോഷിക്കുന്നെന്നുമൊക്കെ അറിയിക്കുന്നു. നമ്മൾ അടുത്തതായിട്ട് അവസാന എപ്പിസോഡാണ് ഷൂട്ട് ചെയ്യുവാനായിട്ട് പോകുന്നത്. ആ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തൊക്കെയായിരിക്കും ശരിക്കും സംഭവിക്കുക എന്ന രീതിക്ക് ടീമിലെ ആൾക്കാര് ഷെന്നിന്റെ അടുത്തായിട്ടൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും ലൂ ഇത്രയും കാലം ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യം ലൂവിന് വേണ്ടി സാധിച്ചു കൊടുക്കുവാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവസാന എപ്പിസോഡിൽ ലൂവിന് ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടാകുമെന്ന രീതിക്കാണ് ഷെന്നും മറുപടി കൊടുക്കുന്നത്. മാത്രമല്ല അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം ഒരു കാര്യം കൂടി എഴുതി കാണിക്കുകയാണ്. നിലവിൽ സയോനെ പോലീസൊക്കെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ടുണ്ട്. മാത്രമല്ല അവൾക്ക് 5 വർഷത്തെ ഒരു ശിക്ഷയൊക്കെയാണ് കോടതി വിധിച്ചിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഇനി ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.